മതഗ്രന്ഥങ്ങളിലെ വചനങ്ങളെയും അവയുടെ ചരിത്രപരമായ പശ്ചാത്തലങ്ങളെയും മുൻനിർത്തി സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില വലിയ അന്ധവിശ്വാസങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും ചുരുളഴിക്കുന്ന ഒരു പുതിയ അന്വേഷണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരേ പുസ്തകത്തിൽ ഒരേ വിഷയം പരസ്പര വിരുദ്ധമായി അച്ചടിച്ചു വച്ചിരിക്കുന്നത് കണ്ടാൽ സാമാന്യബുദ്ധിയുള്ള ആർക്കും ചില സംശയങ്ങൾ തോന്നും. സൂറത്തുൽ മാഇദയിലെ ചില നിർണായക വചനങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ അത്തരമൊരു ഭീകരമായ അബദ്ധമാണ് ഇന്ന് നമുക്ക് മുന്നിൽ വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെതെന്ന് അവകാശപ്പെടുന്ന ഒരു നിയമസംഹിതയിൽ ഇത്രയും വലിയ മണ്ടത്തരങ്ങൾ എങ്ങനെ കടന്നുകൂടി? ഒരു വശത്ത് ജൂതന്മാർ തങ്ങളുടെ വേദഗ്രന്ഥത്തിലെ നിയമങ്ങൾ ലഘൂകരിച്ചതിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന വരികൾ കാണാം. അള്ളാഹു അവതരിപ്പിച്ചതല്ലാതെ മറ്റൊന്ന് വിധികൽപ്പിക്കുന്നവർ കാഫിറുകളാണെന്നാണ് 44-ാം വാക്യം അടിവരയിടുന്നത്. തൊട്ടടുത്ത വചനങ്ങളിൽ ഇതേ ആളുകളെ ക്രൂരരായ അക്രമികളായും തനിത്തെമ്മാടികളായും ചിത്രീകരിക്കുന്നു. എന്നാൽ ഈ വചനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ കഥയാകെ മാറുകയാണ്. ജൂതന്മാർ ദൈവത്തിന്റെ നിയമത്തിൽ വെള്ളം ചേർത്തു എന്ന് കുറ്റപ്പെടുത്തുന്ന അതേ ശ്വാസത്തിൽ തന്നെയാണ് ചരിത്രത്തെയും മനുഷ്യബുദ്ധിയെയും കൊഞ്ഞനം കുത്തുന്ന മറ്റൊന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ചിന്തിക്കുന്ന മനുഷ്യന്റെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന ആ വലിയ രഹസ്യത്തിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. യഹൂദന്മാരുടെ വേദഗ്രന്ഥം സർവകാല പ്രസക്തമാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലാണ് ഇതിലെ വരികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ദൈവീക നിയമങ്ങളിൽ മാറ്റം വരുത്താൻ ആർക്കും അധികാരമില്ലെന്നും അങ്ങനെ ചെയ്താൽ അവർ അവിശ്വാസികളാകുമെന്നും പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ യഹൂദമതവും അവരുടെ ഗ്രന്ഥവും സത്യമാണെന്ന് സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത്? എന്നാൽ ഖുർആൻ ഭൂമിയിലേക്ക് വന്നത് തന്നെ മുൻപുള്ള വേദഗ്രന്ഥങ്ങളുടെ കാലാവധി കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കാനാണ്. അങ്ങനെയെങ്കിൽ കാലഹരണപ്പെട്ട ഒരു പുസ്തകത്തിലെ നിയമങ്ങളെക്കുറിച്ച് ഇത്രയും വ്യാകുലപ്പെടേണ്ട കാര്യമെന്താണ്? ഇവിടെയാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം ഒളിച്ചിരിക്കുന്നത്. യഹൂദർ തങ്ങളുടെ ശിക്ഷാ നിയമങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് കണ്ടപ്പോൾ പ്രവാചകനുണ്ടായ കടുത്ത അമർഷമാണ് ഈ വചനങ്ങൾക്ക് പിന്നിൽ. എന്നാൽ ഈ അമർഷത്തിന് പിന്നിൽ മറ്റൊരു അബദ്ധത്തിന്റെ കഥയുണ്ട്. യഹൂദർ തങ്ങളുടെ കഠിനമായ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തരികിട തന്ത്രത്തെ അത് ദൈവത്തിന്റെ യഥാർത്ഥ നിയമമാണെന്ന് പ്രവാചകൻ തെറ്റിദ്ധരിച്ചു. വ്യഭിചാരത്തിനുള്ള ശിക്ഷയെന്നോണം യഹൂദർ രൂപം നൽകിയ കരുതേച്ച് അങ്ങാടിയിലൂടെ നടത്തുക എന്ന ലഘൂകരിച്ച ശിക്ഷാരീതി ദൈവിക വിധി എന്ന് കരുതി ഖുർആനിൽ 2-ാമത്തെ ആയത്തായി അവതരിപ്പിച്ചു. ദൈവത്തിനും പ്രവാചകനും യഹൂദരുടെ ഈ കബളിപ്പിക്കൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന ദേഷ്യം തീർക്കാനാണ് പിന്നീട് കടുത്ത അധിക്ഷേപങ്ങൾ ഇവിടെ എഴുതി ചേർത്തത്. ദൈവീക വചനങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവർ അക്രമികളും കാഫിറുകളുമാണെന്ന് ആവർത്തിച്ചു പ്രഖ്യാപിച്ച ഈ വരികൾ പിൽക്കാലത്ത് വലിയൊരു കെണിയായി മാറുകയായിരുന്നു. യഹൂദർ നിയമം മാറ്റിയതിനെ കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ച ഇസ്ലാമിക പണ്ഡിതന്മാർ പിന്നീട് സ്വന്തം ഗ്രന്ഥത്തിലെ ഇതേ വചനങ്ങളിൽ വെള്ളം ചേർക്കാൻ തുടങ്ങി എന്നതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശ. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്? കാരണം ഈ വരികളുണ്ടാക്കിയ ആശയക്കുഴപ്പങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ചോരപ്പുഴകൾ ഒഴുക്കി. പ്രവാചകന്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട 4-ാം ഖലീഫയായ അലിയുടെ കൊലപാതകത്തിലേക്ക് വരെ നയിച്ചത് ഇതേ വചനങ്ങളുടെ തീവ്രമായ വ്യാഖ്യാനങ്ങളായിരുന്നു. ദൈവത്തിന്റെ വിധിയിലല്ലാതെ സ്വന്തം നിലയ്ക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവർ അവിശ്വാസികളാണെന്ന ഈ വാദം ഉയർത്തിപ്പിടിച്ചാണ് ഒരു വിഭാഗം ആളുകൾ അലിക്കെതിരെ ആയുധമെടുത്തത്. ചരിത്രപ്രസിദ്ധമായ സിഫീൻ യുദ്ധത്തിന്റെ സന്ദർഭത്തിലായിരുന്നു അധികാരത്തിന് വേണ്ടിയുള്ള ഈ ഭീകരമായ വടംവലി അരങ്ങേറിയത്. ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ വലിയൊരു ഭാഗവും മുആവിയ കൈക്കലാക്കിയപ്പോൾ അലിക്ക് അധികാരം നിലനിർത്താൻ കടുത്ത പോരാട്ടത്തിൽ ഏർപ്പെടേണ്ടി വന്നു. യുദ്ധത്തിൽ പരാജയത്തിന്റെ വക്കിലെത്തിയപ്പോൾ അലി ശത്രുപക്ഷവുമായി സന്ധി ചെയ്യാൻ തയ്യാറായതോടെ കൂടെയുണ്ടായിരുന്നവർ തന്നെ ശത്രുക്കളായി മാറി. ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അലിക്കെതിരെ തിരിഞ്ഞ ഈ തീവ്രവാദ വിഭാഗമാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഖവാരിജുകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇസ്ലാമിക ചരിത്രത്തിലെ തീവ്രവാദത്തിന്റെ ആദ്യത്തെ വിത്തുപാകൽ കൂടിയായിരുന്നു അത്. അള്ളാഹു വിധിച്ചതല്ലാതെ മറ്റൊരു വിധി കൽപ്പിക്കുന്നവർ കാഫിറുകളും ലാലിമുകളുമാണെന്ന ഈ 3 വചനങ്ങളെയാണ് അവർ തങ്ങളുടെ ക്രൂരതകൾ ന്യായീകരിക്കാൻ ആയുധമാക്കിയത്. സന്ധ്യസംഭാഷണങ്ങൾക്ക് മുൻകൈയെടുത്തതിന്റെ പേരിൽ അലിയും മുആവിയയും അംറുബിനുൽ ആസും ദൈവവിരുദ്ധരായി മാറിയെന്ന് അവർ പ്രഖ്യാപിച്ചു. തുടർന്ന് ഈ 3 പേരെയും ഒരേ സമയം വധിക്കാൻ 3 കൊലയാളി സംഘങ്ങൾ പുറപ്പെട്ടു. അവിചാരിതമായ കാരണങ്ങളാൽ മുആവിയയും അംറുബിനുൽ ആസും രക്ഷപ്പെട്ടെങ്കിലും അലിക്ക് ആ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പുലർച്ചെയുള്ള സുബഹി നമസ്കാരത്തിനിടയിൽ സുജൂദിലായിരിക്കെ അലിയുടെ കഴുത്തുവെട്ടാൻ സ്വന്തം കൂടെയുണ്ടായിരുന്ന ഈ തീവ്രവാദികൾക്ക് ഒരു മടിയുമുണ്ടായില്ല. പ്രവാചകൻ നേരിട്ട് സ്വർഗം ഉറപ്പു നൽകിയ ഏതാനും വ്യക്തികളിൽ പ്രമുഖനായ അലിയെയാണ് സ്വന്തം മതത്തിലെ വചനങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവർ വെട്ടിക്കൊന്നത്. ദൈവത്തിന്റെ ഈ വരികൾ മനുഷ്യർക്ക് എത്രത്തോളം അപകടകരമായ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കിയതെന്ന് ചിന്തിക്കാൻ ഈ ഒരു ചരിത്ര സംഭവം മാത്രം മതിയാകും. ഈ ചോരക്കളിക്ക് ശേഷമാണ് ഇസ്ലാമിലെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളെല്ലാം എഴുതപ്പെടുന്നത്. ഖുർആനിലെ ഈ വരികൾ ഇങ്ങനെ വിട്ടാൽ വലിയ അപകടമാണെന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ പിന്നീട് ഇതിലേക്ക് സ്വന്തം വകയായി വെള്ളം ചേർക്കാൻ തുടങ്ങി.
ദൈവത്തിന്റെ നിയമത്തിൽ മാറ്റം വരുത്തിയാൽ കാഫിറാകുമെന്ന് പറഞ്ഞ വചനങ്ങളെ തന്നെ അവർ വ്യാഖ്യാനങ്ങൾ നൽകി നേർപ്പിച്ചു. ദൈവത്തിന്റെ വിധിക്ക് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവരൊന്നും അത്ര പെട്ടെന്ന് കാഫിറാകില്ലെന്നും അള്ളാഹു കുറച്ച് അതിരുകടന്ന് പറഞ്ഞുപോയതാണെന്ന മട്ടിലുമായിരുന്നു അവരുടെ പുതിയ ന്യായീകരണങ്ങൾ. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അധികാരികളും ഭരണാധികാരികളും പണ്ഡിതന്മാരുമെല്ലാം കാഫിറുകളുടെ പട്ടികയിൽപ്പെടുമെന്ന് അവർ ഭയന്നു. ഈ ഭയം പിൽക്കാലത്തും ഇസ്ലാമിക സമൂഹത്തിൽ കനത്ത വിലയാണ് ഈടാക്കിയത്. കേരളത്തിൽ ജീവിച്ചിരുന്ന ചേകന്നൂർ മൗലവിയുടെ കൊലപാതകത്തിന് പിന്നിലും ഇതേ വരികളുടെ നിഴൽ കാണാം. ഖുർആനിൽ 3 സമയത്തെ നമസ്കാരം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നും 5 സമയമെന്നത് ഗ്രന്ഥവിരുദ്ധമാണെന്നും അദ്ദേഹം വാദിച്ചപ്പോൾ ഇതേ വരികൾ ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹത്തെ മതഭ്രഷ്ടനാക്കി കൊലപ്പെടുത്തിയത്. ഒരേ വചനം ഒരേ സമയം ഒരാളെ കൊല്ലാനും മറ്റൊരാളെ ന്യായീകരിക്കാനും ഉപയോഗിക്കപ്പെടുന്ന വിചിത്രമായ കാഴ്ചയാണിത്. എല്ലാം മുൻകൂട്ടി അറിയാൻ കഴിയുന്ന സർവജ്ഞാനിയായ ഒരു ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതും ഈ ഗ്രന്ഥം തയ്യാറാക്കിയതുമെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു പാളിച്ച സംഭവിച്ചു? തന്റെ ഈ വാക്കുകൾ ഭാവിയിൽ സ്വന്തം പ്രതിനിധിയായ അലിയുടെ കൊലപാതകത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കാൻ ആ ദൈവത്തിന് കഴിഞ്ഞില്ലേ? മനുഷ്യരെ തമ്മിലടിപ്പിച്ചു കൊല്ലാൻ വേണ്ടി മാത്രം ഇതുപോലെയുള്ള കുത്തിത്തിരിപ്പ് വചനങ്ങൾ അവതരിപ്പിച്ചത് അള്ളാഹുവാണോ അതോ മറ്റാരെങ്കിലുമാണോ എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഈ വചനങ്ങളിലെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി ഇസ്ലാമിക പണ്ഡിതന്മാരായ അമാനി മൗലവിയും റാസിയും ഒക്കെ എഴുതിവെച്ച കാര്യങ്ങൾ നോക്കിയാൽ ഈ കസറത്ത് വ്യക്തമാകും. അമാനി മൗലവിയുടെ തഫ്സീറിൽ ഈ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ വലിയൊരു തിരിമറിയാണ് കാണുന്നത്. മറ്റ് തഫ്സീറുകളിൽ 44-ാം വചനമായി കാണുന്ന ഭാഗം അമാനി മൗലവി നൽകിയിരിക്കുന്നത് 47-ാം വചനമായാണ്. 3 നമ്പറുകളുടെ ഈ വ്യത്യാസം തന്നെ ആശയക്കുഴപ്പങ്ങളുടെ തുടക്കമാണ്. ദൈവത്തിന്റെ വിധി നടപ്പിലാക്കാത്തവർ അവിശ്വാസികളാണെന്ന് പറയുന്ന ഈ വാചകം അതിന്റെ പ്രത്യക്ഷ അർത്ഥത്തിൽ എടുത്തുകൂടാ എന്നാണ് മൗലവി എഴുതി വച്ചിരിക്കുന്നത്. ഇവിടെയാണ് പണ്ഡിതന്മാർ തങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് ദൈവത്തിന്റെ വാക്കുകളിൽ വെള്ളം ചേർക്കാൻ തുടങ്ങുന്നത്. കാരണം ഈ വചനത്തെ അതിന്റെ നേരിട്ടുള്ള അർത്ഥത്തിലെടുത്താൽ ഖുർആനിൽ പരാമർശിക്കപ്പെടാത്ത ഏതെങ്കിലും ഒരു പുതിയ കാര്യത്തിൽ ശരിയായ വിധി കൽപ്പിച്ചാൽ പോലും ആ വിധിക്കുന്നവരെല്ലാം അവിശ്വാസികളായി മാറേണ്ടി വരും. അതുപോലെ ഖുർആനിലെ ഒരു വിധിയെ നിഷേധിക്കാതെ അതൊരു മതവിധിയായി കണക്കാക്കാതെ ആരെങ്കിലും ഒരു തെറ്റായ വിധി നടപ്പിലാക്കിയാൽ അവരും ഇസ്ലാമിൽ നിന്ന് പുറത്താകും എന്ന് പറയേണ്ടി വരും. ഈ ഒരു വലിയ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുൻഗാമികളും പിൻഗാമികളുമായ പണ്ഡിതന്മാർ പലതരം നിലപാടുകളാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ചുരുക്കം പരിശോധിച്ചാൽ ഈ കപടത വ്യക്തമാകും. ഒന്നാമത്തെ വാദം ഈ പറയുന്ന 3 വചനങ്ങളും യഹൂദികളെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണെന്നാണ്. അതായത് അവിശ്വാസികളും അക്രമികളും തോന്നിവാസികളും എന്ന് വിളിച്ചത് അന്നത്തെ യഹൂദന്മാരെ മാത്രമാണെന്നും അവർക്ക് മാത്രമേ ഇത് ബാധകമാകൂ എന്നും പറഞ്ഞ് ഇതിനെ അങ്ങ് ലഘൂകരിക്കുന്നു. രണ്ടാമതായി പറയുന്നത് യഹൂദരും ക്രിസ്ത്യാനികളും അടങ്ങുന്ന വേദക്കാരെക്കുറിച്ച് പൊതുവായി പറഞ്ഞതാണെന്നാണ്. ഇബ്നു ജരീർ പോലുള്ള പണ്ഡിതന്മാർ ഈ അഭിപ്രായത്തെയാണ് പിന്തുണക്കുന്നത്. ദൈവത്തിന്റെ വാക്കുകളെ സ്വന്തം സൗകര്യത്തിനു വേണ്ടി എങ്ങനെയൊക്കെ വളച്ചൊടിക്കാം എന്നതിന്റെ തെളിവുകളാണിത്. മൂന്നാമതായി ഇവർ നിരത്തുന്ന ന്യായീകരണം ദൈവത്തിന്റെ ഏതെങ്കിലും വിധിയെ പൂർണ്ണമായി നിഷേധിക്കുന്നവരെ പറ്റിയാണ് ഈ വചനമെന്നാണ്. അത് യഥാർത്ഥ അവിശ്വാസം തന്നെയാണെന്ന് പറയേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ ഇതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ 4ാമത്തെ വ്യാഖ്യാനമാണ് ഇതിലും വിചിത്രം. ഇവിടെ അവിശ്വാസം എന്നുദ്ദേശിച്ചത് സത്യവിശ്വാസത്തിനെതിരായ സാക്ഷാൽ അവിശ്വാസമല്ല, മറിച്ച് ദൈവത്തോടുള്ള നന്ദികേടും അവിശ്വാസത്തിലേക്ക് നയിക്കുന്ന കാരണവും മാത്രമാണത്രേ. ദൈവത്തിന്റെ നിയമങ്ങൾ സ്വീകരിക്കാത്തതിന്റെ ഗൗരവം കാണിക്കാൻ വേണ്ടി ഒരു ഭീഷണി പോലെ ഈ വാക്ക് ഉപയോഗിച്ചതാണെന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ ദൈവത്തിന് ഇത്രയ്ക്ക് അതിരുകടന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നുവെന്ന് പരോക്ഷമായി സമ്മതിക്കുകയാണ് അവർ ചെയ്യുന്നത്. ചരിത്രത്തിൽ ഇതേ വരികളുടെ പേരിൽ നടന്ന ചോരക്കളികളും കൊലപാതകങ്ങളും മറച്ചുവെക്കാൻ വേണ്ടിയാണ് പണ്ഡിതന്മാർ ഇത്രയും വലിയ വ്യാഖ്യാന കസറത്തുകൾ നടത്തുന്നത്. ഭരണാധികാരികളോ മതനേതാക്കളോ ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്താൽ പോലും അവർ കാഫിറാണെന്ന് വിധിച്ച് കലാപമുണ്ടാക്കാൻ ആളുകൾ തുനിഞ്ഞപ്പോഴാണ് പടച്ചോൻ കുറച്ച് കടുപ്പത്തിൽ പറഞ്ഞുപോയതാണ് മക്കളെ എന്ന് പറഞ്ഞ് ഈ വരികളെ നേർപ്പിച്ചെടുക്കാൻ ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നത്. ദൈവത്തിന്റെ കിതാബിൽ പറയാത്ത പല കാര്യങ്ങളിലും മനുഷ്യർക്ക് പല കാലങ്ങളിലും പല വിധികളും പറയേണ്ടി വരുമല്ലോ. അങ്ങനെ വരുമ്പോഴൊക്കെ അവരെയൊക്കെ കാഫിറാക്കി തള്ളേണ്ടി വരും എന്ന വലിയ ഗതികേട് മുൻകൂട്ടി കണ്ടാണ് പണ്ഡിതന്മാർ ഈ വ്യാഖ്യാനങ്ങൾ നെയ്തുണ്ടാക്കിയത്. ഈ വരികളെക്കുറിച്ച് ഇബ്നു അബ്ബാസ് പറഞ്ഞതായി ചില ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്നത് ഇത് നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള സാക്ഷാൽ അവിശ്വാസമല്ല എന്നാണ്. താവൂസ് വ്യക്തമാക്കുന്നത് ഇത് മതത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്ന കുഫ്രല്ല എന്നാണ്. മുൻകാലങ്ങളിൽ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തും വാക്കർത്ഥം മാത്രം നോക്കിയും ഈ വചനത്തിന് അർത്ഥം നൽകിയ ഖവാരിജുകൾ മുസ്ലിം സമുദായത്തിന് വരുത്തിവെച്ച ആപത്ത് ചെറുതല്ലെന്ന് ഇബ്നു ജരീർ സമ്മതിക്കുന്നുണ്ട്. ഖുർആനിൽ ഇല്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കുന്നവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നായിരുന്നു അവരുടെ വാദം. അലിയും മുആവിയയും തമ്മിൽ തർക്കം നടന്നപ്പോൾ മധ്യസ്ഥന്മാരെ വെച്ചതും അവരുടെ വിധി സ്വീകരിച്ചതും ഖുർആൻ വിരുദ്ധമാണെന്ന് അവർ വാദിച്ചു.
അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും വിധിയില്ല എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം. ഇതിനെപ്പറ്റി അലി പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. യഥാർത്ഥമായ ഒരു വാക്കുപയോഗിച്ച് തെറ്റായ കാര്യമാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അലിയെപ്പോൾ ഒരു പ്രമുഖന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച ദൈവത്തിന്റെ ഈ വാക്കുകളിലെ പാളിച്ചകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സർവജ്ഞാനിയായ ഒരു ദൈവത്തിന് എന്തുകൊണ്ട് മനുഷ്യരെ വ്യക്തമായി നയിക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യം അവശേഷിക്കുന്നു. പ്രവാചകന് പറ്റിയ വലിയൊരു അബദ്ധത്തിന്റെ കഥ കൂടി ഇതിന് പിന്നിലുണ്ട്. യഹൂദന്മാർ തങ്ങളുടെ കഠിനമായ ശിക്ഷകളിൽ മാറ്റം വരുത്തി നടപ്പിലാക്കിയിരുന്ന ഒരു തരികിട നിയമം കണ്ട് അത് ദൈവത്തിന്റെ യഥാർത്ഥ ശിക്ഷയാണെന്ന് പ്രവാചകൻ തെറ്റിദ്ധരിച്ചു. വ്യഭിചാരം ചെയ്തവരെ കരുതേച്ച് അങ്ങാടിയിലൂടെ നടത്തി അവഹേളിക്കുക എന്ന യഹൂദരുടെ ഈ കൃത്രിമ രീതി ദൈവിക വിധി എന്ന് കരുതി ഖുർആനിൽ ആയത്തായി അവതരിപ്പിച്ചു. എന്നാൽ പിന്നീട് പറ്റിയ അബദ്ധം മനസ്സിലായപ്പോൾ ഈ ആയത്തുകൾ മാറ്റുകയും പകരം കല്ലെറിഞ്ഞു കൊല്ലാനുള്ള വിധി കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് ആ ആയത്തും ഗ്രന്ഥത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഖുർആന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണിത്. യഹൂദരുടെ കബളിപ്പിക്കൽ തിരിച്ചറിയാൻ കഴിയാതെ പോയതിലുള്ള അമർഷവും വിദ്വേഷവുമാണ് ദൈവത്തിന്റെ പേരിൽ പിന്നീട് കടുത്ത അധിക്ഷേപങ്ങളായി ഇവിടെ എഴുതി ചേർത്തത്. ദൈവത്തിന്റെ ഈ വരികൾ പിൽക്കാല നിയമവ്യവസ്ഥകളിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾ അത്രമേൽ ഭീകരമായിരുന്നു. ദൈവത്തിന്റെ വാക്കുകളാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ പുസ്തകം നോക്കി നമ്മൾ എങ്ങനെയാണ് ഒരു കുറ്റവാളിക്ക് ശരിയായ ശിക്ഷ കണ്ടെത്തുക? വ്യഭിചാരത്തിനുള്ള ശിക്ഷ എന്താണെന്ന് ഖുർആൻ പരിശോധിച്ചാൽ പരസ്പര വിരുദ്ധമായ പല നിയമങ്ങളാണ് കാണാൻ കഴിയുക. ആദ്യം പറയുന്നത് വ്യഭിചാരം ചെയ്ത സ്ത്രീയെ മരണപര്യന്തം വീട്ടിൽ തടവിലിടണമെന്നാണ് അള്ളാഹു മറ്റൊരു നിയമം കൊണ്ടുവരുന്നതുവരെ. എന്നാൽ അള്ളാഹു പിന്നീട് കൊണ്ടുവന്നത് യഹൂദരുടെ ഇടയിൽ കണ്ട ലഘൂകരിച്ച തരികിട നിയമമായിരുന്നു. അവരെ അങ്ങാടിയിലൂടെ കരുതേച്ച് അവഹേളിച്ചു വിട്ടാൽ മതി എന്ന ആ വരികൾ ഇന്നും ഖുർആനിലുണ്ട്. മൂന്നാമതായി 100 ചാട്ടവാറടിയുടെ നിയമം വന്നു. നാലാമതായി കല്ലെറിഞ്ഞു കൊല്ലാനുള്ള വിധി കൊണ്ടുവന്നെങ്കിലും ആ വചനം ഇന്ന് ഖുർആനിൽ എവിടെയും കാണാനില്ല. ആരോ അത് മുക്കിക്കളഞ്ഞു. പ്രാബല്യത്തിലില്ലാത്തതും കാലഹരണപ്പെട്ടതുമായ 4 വ്യത്യസ്ത നിയമങ്ങളാണ് ഒരേ കുറ്റത്തിനു വേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിലേത് നിയമമാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്? നമ്മൾ ഏത് വിധി തിരഞ്ഞെടുത്താലും അത് ദൈവത്തിന്റെ മറ്റൊരു നിയമത്തിന് വിരുദ്ധമായി മാറില്ലേ? യഹൂദർ ചെയ്തതുപോലെ നിയമത്തിൽ വെള്ളം ചേർക്കലായി അത് മാറില്ലേ? ദൈവത്തിന്റെ ഗ്രന്ഥം നോക്കി വിധി കൽപ്പിച്ചാൽ പോലും നമ്മൾ അവിശ്വാസികളായി മാറുന്ന വിചിത്രമായ അവസ്ഥയാണിത്. തൗറാത്തും ഇഞ്ചീലുമൊക്കെ മനുഷ്യർ തിരുത്തിയതാണെന്നും അതിനെ അവലംബിക്കാൻ കഴിയില്ലെന്നും ഒരു വശത്ത് വാദിക്കുമ്പോൾ തന്നെ അതിലെ നിയമങ്ങൾ ദൈവത്തിൻ്റെതാണെന്നും അതിൽ മാറ്റം വരുത്താൻ പാടില്ലെന്നും ഈ ഗ്രന്ഥത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നു. ഇത് യഹൂദർക്ക് മാത്രം ബാധകമായതാണെങ്കിൽ പിന്നെ പുതിയ ഗ്രന്ഥത്തിൽ ഇത് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യം എന്താണ്? ക്രിസ്ത്യാനികൾ തങ്ങളുടെ പുതിയ നിയമത്തിനൊപ്പം പഴയ നിയമമായ തവാത്തും ചേർത്ത് വെച്ചതുപോലെ യഥാർത്ഥ തൗറാത്തും ഇഞ്ചീലും എന്തുകൊണ്ട് ഖുർആനൊപ്പം അള്ളാഹുവിന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? ഒറിജിനലിന്റെ കോപ്പി കിട്ടാത്തത് കൊണ്ടാണോ ഈ അസാന്നിധ്യം? എങ്കിലല്ലേ അതിൽ മനുഷ്യർ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകൂ. അത് തിരിച്ചറിയാൻ പോലും വ്യക്തമായ വഴിയില്ലാതെ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് വ്യതിചലിച്ചാൽ അവരെ കാഫിറാക്കണമെന്ന് പറയുന്നത് എങ്ങനെ പ്രായോഗികമാകും? എല്ലാം ശുദ്ധ അസംബന്ധവും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞതാണ്. ആരെങ്കിലും ഈ പ്രതികാര നടപടിയിൽ വിട്ടുവീഴ്ച ചെയ്താൽ അത് അവർക്ക് പ്രായശ്ചിത്തമായിരിക്കുമെന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞ കടുത്ത വരികൾക്ക് വിരുദ്ധമാണ്. വിട്ടുവീഴ്ച ചെയ്ത് ശിക്ഷ ലഘൂകരിച്ചതിനാണ് ജൂതന്മാരെ കാഫിറുകളെന്നും അക്രമികളെന്നും വിളിച്ച് ആക്ഷേപിച്ചത്. ഒരേ വരികളിൽ തന്നെ വിട്ടുവീഴ്ചയെ പുണ്യമായും അതേസമയം വലിയ തെറ്റായും ചിത്രീകരിക്കുന്ന ഈ വിരോധാഭാസം ചിന്തിക്കുന്നവർക്ക് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇമാം റാസി പോലുള്ള പ്രമുഖ പണ്ഡിതന്മാർ ഈ വചനങ്ങളെക്കുറിച്ച് എഴുതിവെച്ച കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ വൈരുദ്ധ്യങ്ങളുടെ ആഴം ബോധ്യമാകും. പല രൂപത്തിലാണ് ഈ വരികൾക്ക് അവർ അർത്ഥം നൽകാൻ ശ്രമിക്കുന്നത്. ജീവന് പകരം ജീവൻ എടുക്കണമെന്നും കണ്ണിന് പകരം കണ്ണ് പിഴുതെടുക്കണമെന്നും തൗറാത്തത്തിലൂടെ നിർബന്ധമാക്കിയെന്നാണ് ഇബ്നു അബ്ബാസ് വ്യക്തമാക്കുന്നത്. എന്നാൽ മറ്റൊരു ഗോത്രത്തിൽപ്പെട്ട പുരുഷനെ കൊന്നതിനു പകരം സ്ത്രീയെ വധിക്കുന്ന ക്രൂരമായ ആചാരം നിലനിന്നിരുന്ന കാലത്താണ് ഈ സൂക്തം അവതരിച്ചതെന്നും ചില നിവേദനങ്ങളിൽ കാണാം. ഇവിടെയാണ് ഖുർആനിലെ 2 വരികൾ തമ്മിലുള്ള വലിയ വിട്ടുവീഴ്ചയില്ലാത്ത തർക്കം ഉടലെടുക്കുന്നത്. സൂറത്തുൽ ബഖറയിൽ നമ്മൾ കണ്ടത് കൊല്ലപ്പെട്ടവരുടെ സാമൂഹിക മൂല്യം നോക്കി പ്രതികാരം ചെയ്യണമെന്നാണ്. അതായത് സ്ത്രീക്ക് പകരം സ്ത്രീയെയും അടിമയ്ക്കു പകരം അടിമയെയും മാത്രമേ കൊല്ലാൻ പാടുള്ളൂ എന്ന്. എന്നാൽ ഇവിടെ പറയുന്നത് കൊന്നവൻ ആരായാലും അവനെ തന്നെ വധിക്കണമെന്നാണ്. ഒരേ പുസ്തകത്തിൽ ഒരേ കുറ്റത്തിന് 2 തരത്തിലാണ് പ്രതികാരം നിശ്ചയിച്ചിരിക്കുന്നത്. ഗോത്രകാലത്തെ ഈ പ്രാകൃത നിയമങ്ങളെല്ലാം അള്ളാഹു പറഞ്ഞതാണോ അതോ അന്നത്തെ മനുഷ്യർ തങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് എഴുതിവെച്ചതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജീവന്റെ കാര്യത്തിൽ പ്രതികാര നടപടി ബാധകമായ വ്യക്തികൾക്കിടയിൽ സകല അവയവങ്ങളിലും പ്രതികാരം നടക്കുമെന്നാണ് പണ്ഡിതന്മാരുടെ വാദം. എന്നാൽ എല്ലുപൊട്ടൽ, വയറുനേറ്റ വ്രണം തുടങ്ങി കൃത്യമായി തിരിച്ചു ചെയ്യാൻ പറ്റാത്ത മുറിവുകളിൽ നഷ്ടപരിഹാരമാണ് നൽകേണ്ടത്. വിചിത്രമെന്തെന്നാൽ ഈ നഷ്ടപരിഹാരത്തെക്കുറിച്ച് അള്ളാഹു ഒരിടത്തും പറഞ്ഞിട്ടില്ല.
അത് പിൽക്കാലത്ത് നാട്ടുകാർ തന്നെ പറഞ്ഞുണ്ടാക്കിയ നിയമമാണ്. അങ്ങനെയെങ്കിൽ സ്വന്തം നിലയ്ക്ക് നിയമമുണ്ടാക്കിയ അവരും ഈ വചനപ്രകാരം അവിശ്വാസികളായി മാറേണ്ടതല്ലേ? ഇതെല്ലാം മുൻകാല വേദഗ്രന്ഥങ്ങളിലെ നിയമങ്ങളായിരുന്നു എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ അത് നമുക്ക് ബാധകമാണോ എന്ന കാര്യത്തിൽ ഇന്നും തർക്കം തുടരുകയാണ്. സാമാന്യബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം ഈ വെളിപാടുകൾ ഇറക്കിയ ചങ്ങാതിക്ക് ഒട്ടുമില്ലായിരുന്നു എന്നതല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? പരിക്കേറ്റവരോ കൊല്ലപ്പെട്ടവരുടെ കുടുംബമോ കുറ്റവാളിക്ക് മാപ്പ് നൽകിയാൽ അത് അവർ ചെയ്ത പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായി മാറുമെന്നാണ് ഒടുവിലത്തെ വ്യാഖ്യാനം. എന്നാൽ കഠിനമായ ശിക്ഷകളിൽ മനുഷ്യത്വം കാണിച്ച് ഇളവുകൾ വരുത്തിയതിനാണ് ജൂതന്മാരെ ഇതേ വരികളിൽ അള്ളാഹു തെമ്മാടികളെന്നും കാഫിറുകളെന്നും വിളിച്ച് ആക്ഷേപിക്കുന്നത്. ഒരേ വായിൽ നിന്ന് ഒരേ സമയം ശാപവും അനുഗ്രഹവും പുറപ്പെടുന്ന ഈ വിരോധാഭാസം തന്നെയാണ് ഗ്രന്ഥത്തിന്റെ വിശ്വാസ്യതയെ തകർക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, പ്രവാചകന് പറ്റിയ അബദ്ധങ്ങളുടെ മേൽ അബദ്ധങ്ങൾ പിണയുന്ന വിചിത്രമായൊരു കാഴ്ചയാണ് ചരിത്രം നമുക്ക് മുന്നിൽ തുറന്നുകാട്ടുന്നത്. യഹൂദന്മാരുടെ താൽക്കാലിക നടപടികൾ കണ്ട് അത് ദൈവത്തിന്റെ യഥാർത്ഥ നിയമമാണെന്ന് തെറ്റിദ്ധരിച്ച് ഖുർആനിൽ ആയത്തായി അവതരിപ്പിച്ചു. എന്നാൽ അത് സ്വന്തം നിലയ്ക്ക് അവർ ഉണ്ടാക്കിയ തരികിടയാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞപ്പോൾ ആ ദേഷ്യം തീർക്കാൻ വേണ്ടി ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായ പുതിയ വരികൾ ഇറക്കുകയാണ് ചെയ്തത്. ദൈവത്തിന്റെ വിധിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ കാഫിറുകളാകുമെന്ന ഈ കടുത്ത അധിക്ഷേപങ്ങൾ പിൽക്കാലത്ത് മുസ്ലിം സമൂഹത്തിൽ തന്നെ വലിയ ചോരപ്പുഴകൾക്കും വിനാശകരമായ ദുരന്തങ്ങൾക്കും കാരണമായി. ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പരസ്പര വിരുദ്ധവും അസംബന്ധങ്ങളും അവ്യക്തതകളും നിറഞ്ഞതാണെങ്കിൽ ഈ മനുഷ്യർ എങ്ങനെയാണ് ലോകാവസാനം വരെ ഇതിനെ ഒരു വഴികാട്ടിയായി സ്വീകരിക്കുക? സർവജ്ഞാനിയായ ഒരു ദൈവം ചിന്തിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി കൊടുത്തയച്ചതാണോ ഈ പുസ്തകം? അതോ സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ തന്റെ വൈകാരികതയുടെ പുറത്ത് അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ച് തട്ടിക്കൂട്ടിയ വിരോധാഭാസങ്ങളാണോ ഇത്? ചിന്തിക്കുന്ന മനുഷ്യരുടെ സാമാന്യ ബുദ്ധിക്ക് മുന്നിൽ ഇതുപോലുള്ള ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഈ വലിയ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ ചിന്തകൾ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.